ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്: റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഡിസ്ക്രൈബ്ഡ് ബിലോ. റൈറ്റ് 3 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ 3 ടേംസ് എഴുതണം. എങ്ങനത്തെ ടേംസ്? ചുമ്മാ എഴുതിയാൽ പോരാ, ഡിസ്ക്രൈബ്ഡ് ബിലോ, താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻസ് അനുസരിച്ചുള്ള, താഴെ തന്നിരിക്കുന്ന പ്രത്യേകതകൾക്ക് അനുസരിച്ചുള്ള സീക്വൻസ് തന്നെ എഴുതണം. അതിൽ 4 ഡിസ്ക്രിപ്ഷനാണ് ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇത് ചെയ്തതിന് ശേഷം ബാക്കി 3 എണ്ണവും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത ഇതനുസരിച്ച് വേണം നമുക്ക് 3 ടേംസ് എഴുതാൻ. ഒന്നാമത്തെ പ്രത്യേകത, ഫസ്റ്റ് ടേം ഈസ് 30. ആദ്യത്തെ ടേം 30 ആവണം. ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഈസ് 300. അടുത്തത് ഈ 300ന്റെ, അതായത് ഫസ്റ്റ് 3 ടേംസിന്റെ സം എത്ര കിട്ടുകയും വേണം? 300 കിട്ടുകയും വേണം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീഡിയോയിൽ ഞാൻ ഈ സമ്മും ടേംസും വരുന്ന ഒരു പ്രത്യേകത നിങ്ങളെ പഠിപ്പിച്ചായിരുന്നല്ലോ. എന്താണ് പ്രത്യേകത? ഈ മിഡിൽ ടേം, സമ്മും നമ്പർ ഓഫ് ടേംസ് തന്നിരുന്നാൽ നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും. മിഡിൽ ടേം ഓർമ്മയുണ്ടോ? മിഡിൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്ന് കണ്ടുപിടിച്ച് ഓർമ്മയുണ്ടോ? നമ്പർ ഓഫ് ടേംസ് എന്ന് എഴുതി ഓർമ്മയുണ്ടോ? ഓർമ്മ കാണും. ഇല്ലെങ്കിൽ കഴിഞ്ഞ നോട്ടിലോട്ട് നോക്കുക. നോട്ട് എഴുതി വയ്ക്കാൻ, ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ 3 ടേംസിന്റെ സം എത്രയാണ്? 300 ഡിവൈഡ് ബൈ എത്ര ടേംസ് ഉണ്ട്? 3 എണ്ണം. 3 ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടും. അതായത് മിഡിൽ ടേം. ഇവിടെ എത്ര ടേമാ ഉള്ളത്? 3 ടേം. അതിൽ അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അതിൽ മിഡിൽ ടേം ഏതാണ്? ഇപ്പൊ കണ്ടുപിടിച്ചത്. ഈ 300നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 100 കിട്ടും. അപ്പൊ ആ 100 ഇവിടെ വരും. മനസ്സിലായ? ഓക്കെ, ഇപ്പൊ ഡീറ്റെയിലോ ഈ 100 കിട്ടിയത് എങ്ങനെയാണ്? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. സം 300 ആണ്, 3 ടേമേ ഉള്ളൂ. അതുകൊണ്ട് മിഡിൽ ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു. അതനുസരിച്ച് 100 എന്ന് കിട്ടി. അപ്പോൾ മിഡിൽ ടേം 100 എന്ന്. ഇനി ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അത് 30 എന്ന് എഴുതി വെക്കാം. 30 എന്ന് ഇവിടെ 30. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ടേം ആയി കഴിഞ്ഞു 30, 100. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. 100 മൈനസ് 30 0 10 3 കുറച്ചാൽ 70 എന്ന് കിട്ടും. 70. ഓക്കെ, 70 കോമൺ ഡിഫറൻസ് d is equal to 70 എന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ സ്റ്റെപ്പായിട്ട് നമ്മൾ നോട്ട് എഴുതുമ്പോൾ എഴുതിക്കോളാം. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നതേ ഉള്ളൂ. കറക്റ്റ് നോട്ടല്ല, ഇതിന്റെ ആൻസർ ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾ കറക്റ്റ് നോട്ടാക്കി എഴുതിയെടുക്കുക. അപ്പോൾ 30 കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പായിട്ട് എന്ന് എഴുതിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ 30, 100 കോമൺ ഡിഫറൻസ് 70 ആയതുകൊണ്ട് അടുത്ത നമ്പർ 100ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അപ്പോൾ 100 പ്ലസ് 70 170 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 ടേംസ്. നോക്കിയേ, 300 ഉണ്ടാകും, 130 പ്ലസ് 170 300. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള ഫസ്റ്റ് 3 ടേംസ്. ചോദ്യത്തിലെ രണ്ടാമത്തെ ഡിസ്ക്രിപ്ഷൻ തന്നിരിക്കുന്നു. രണ്ടാമത്തെ ഡിസ്ക്രിപ്ഷൻ ഇതാണ്: ഫസ്റ്റ് ടേംസ് 30. അതിലും ഫസ്റ്റ് ടേം മാറ്റമില്ല. ദ സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് ഈസ് 300. ആദ്യത്തെ 4 പദങ്ങളുടെ ടേം, നേരത്തെ 3 പദമായിരുന്നു. ഫസ്റ്റ് 4 ടേംസ് ഈസ് 300. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ടേംസ് വന്നാൽ ഒരു പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തോ ആ പ്രത്യേകത ഓർമ്മയുണ്ടോ? എന്താണ്? ഒന്നാമത്തെയും നാലാമത്തെയും ടേംസിന്റെ സമ്മും രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേംസിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ 4 ടേംസ് ആയി കഴിഞ്ഞാൽ 1 2 3 4. ഓക്കെ, 4 ടേംസ് ആയി കഴിഞ്ഞാൽ ഒന്നാമത്തത് തന്നിട്ടുണ്ട് 30. ഓക്കെ അല്ലേ? ഇവിടെയും ബ്ലാങ്ക് ആണ്. ലാസ്റ്റ് ബാക്കിയൊന്നും നമുക്ക് തന്നിട്ടില്ല. പിന്നെ തന്നിട്ടുള്ളത് സമ്മാണ് അല്ലേ? സം. അപ്പോൾ അതായത് നമുക്കറിയാം, ഒന്നാമത്തതും 4th നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 150 കിട്ടണം. തന്നെയല്ലേ? 150 കിട്ടണം. അതെങ്ങനെ മനസ്സിലായി? 4 നമ്പർ ഉണ്ടെങ്കിൽ ഒന്നാമത്തെയും നാലാമത്തേന്റെയും സമ്മും രണ്ടാമത്തേന്റെയും മൂന്നാമത്തേന്റെയും സമ്മും ഈക്വൽ ആവണമെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കണം. രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ആഡ് ചെയ്യുമ്പോൾ പകുതി, അടുത്ത പകുതി രണ്ടാമത്തെയും മൂന്നാമത്തെയും ചെയ്യും. അതായത് ഒന്നാമത്തെയും നാലാമത്തെയും 4th ടേംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയത് നിങ്ങൾ ഫസ്റ്റ് ടേം പ്ലസ് 4th ടേം എന്ന് എഴുതിക്കോണം. ഇത് ഞാൻ ജസ്റ്റ് ക്ലാസ് ആവുകൊണ്ടാണ് എഴുതുന്നത്. നോട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 4th ടേം 150. അപ്പോൾ ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം നമുക്കറിയാം 30 പ്ലസ്
ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു 150. അപ്പോൾ അതിൽ നിന്ന് ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു 150 മൈനസ് 30 ഇസ് ഈക്വൽ ടു 120. മനസ്സിലായ? അപ്പം നാലാമത്തെ ടേം 120 എന്ന് നമുക്ക് ലഭിക്കുന്നു. സംശയം ഉണ്ടാ? നാലാമത്തെ ടേം 120 എന്ന് ലഭിക്കുന്നു. ഇത് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ചാൽ മനസ്സിലായെന്ന് വിശ്വസിക്കും. ഇനി നോക്കിയേ, ഇതിൽ നിന്ന് നമുക്ക് ഒന്നാമത്തെ ടേം അറിയാം, നാലാമത്തെ ടേം അറിയാം. അതായത് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 30, ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു 120. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഒരു ഇക്വേഷൻ ഉണ്ട്, ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോമൺ ഡിഫറൻസ് രണ്ട് ടേം അറിയാമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ അറിയുന്നു. അതായത് ടേം ഡിഫറൻസ് 120 മൈനസ് 30 ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 1 ഇസ് ഈക്വൽ ടു 120 മൈനസ് 30 90 എന്ന് ലഭിക്കുന്നു. 4 മൈനസ് 1 3 എന്ന് ലഭിക്കുന്നു. അപ്പോൾ 90 ഡിവൈഡ് ബൈ 3 30 എന്ന് ലഭിക്കുന്നു. ഓക്കെ, 30. ആ 30 എന്താണ്? കോമൺ ഡിഫറൻസ്. കണ്ടുപിടിച്ച മനസ്സിലായല്ലോ. ഇത് തന്നിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ച വഴി 300 ആവുകൊണ്ട് രണ്ട് നമ്പറിന്റെ സമം 150 ആയിരിക്കും. ഈ 30 സമത്തിന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 30 ആവും. 120 കിട്ടി. ആ 120 ഈ 30 വെച്ചുകൊണ്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ കോമൺ ഡിഫറൻസ് 30 എന്ന്. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചെയ്യുന്നത് എളുപ്പമാണ്. ഇവിടെ പൂരിപ്പിച്ചാൽ മതിയല്ലോ, ബാക്കി ബോർഡ് സ്ഥലമില്ല. 30 പ്ലസ് 30 60, 60 പ്ലസ് 30 90. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട. നമുക്ക് ഫസ്റ്റ് 3 ടൈംസ് എഴുതിയാൽ മതി, പക്ഷെ നമുക്ക് 4 ടൈംസും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നോക്കി, 30 പ്ലസ് 60 പ്ലസ് 90 പ്ലസ് 120. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 പ്ലസ് 60 150. സെക്കൻഡ് ഹാഫ് പകുതി കിട്ടിയില്ലേ? ഇനി എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 90, 90 പ്ലസ് 90 180, 180 പ്ലസ് 120 300. ഓക്കെ, ഇങ്ങനെയാണ് രണ്ടാമത്തെ. ഈ രണ്ട് ക്വസ്റ്റ്യനുകളുണ്ട്. അടുത്ത ഇത് എഴുതിയെടുത്തതിന് ശേഷം അടുത്തതിലോട്ട്. മൂന്നാമത്തെ ഡിസ്ക്രിപ്ഷൻ ഇതാണ്. ഫസ്റ്റ് ടേം ഈസ് 30. ആദ്യത്തെ ടേം മാറ്റമില്ല, 30 തന്നെയാണ്. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 300. 5 ടേമിന്റെ സം 300 ആണ്. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നമുക്കറിയാം, ഞാൻ മുമ്പേ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ, മറ്റേ മിഡിൽ ടേമിന്റെ കാര്യം. നമ്മൾ എപ്പോഴാണ് മിഡിൽ ടേം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്? നമ്പർ ഓഫ് ടേംസിന്റെ എണ്ണം ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിലാണ് നമ്മൾ മിഡിൽ ടേമിന്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും. ആ കൺസെപ്റ്റ് വെച്ചാണ് ഇത് ചെയ്യാറ്. നോക്കിക്കൊള്ളുക. നമുക്ക് എത്ര ടേംസ് ഉള്ള? 5 ടേംസ്. അപ്പോൾ 1 2 3 4 5. ഓക്കെ, 5. ഇങ്ങനത്തെ 5 ടേംസ് എഴുതണം. അതിൽ ഫസ്റ്റ് ടേം 30 അറിയാം. അറിഞ്ഞൂടെ? അറിയാം. ഫസ്റ്റ് സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഇസ് 300. അതിൽ നിന്ന് 300ൽ നിന്ന് അപ്പോൾ നമുക്ക് മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ വരും മിഡിൽ ടേം. ആ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ് is equal to sum 300. number of terms എത്രയാ? മൊത്തം 5. sum of first 5 terms ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ 5. അപ്പോൾ എത്ര? 300 ഡിവൈഡ് ബൈ 5 60 എന്ന് കിട്ടും അല്ലേ? 630. ഓക്കെ, 60 എന്ന് കിട്ടും. അപ്പോൾ ഈ മിഡിൽ ടേം കണ്ടുപിടിച്ചു 60. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മിഡിൽ ടേം കണ്ടുപിടിച്ചു. ആ മിഡിൽ ടേം 60 ആണെന്ന് കിട്ടിയ വഴി മനസ്സിലായല്ലോ. ഇനി നോക്കി, നമുക്ക് ഇങ്ങോട്ടുള്ള നമ്പറൊന്നും വേണ്ട. കാര്യം എന്താ? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ്. 3 ടേംസ് എഴുതിയാൽ മാത്രം മതി. ഇല്ലേടെ? 3 ടേംസ് എഴുതിയാൽ പോരെ? അപ്പോഴേ 3 ടേംസ് എഴുതിയാൽ നമുക്ക് ഇതും കൂടെ മാത്രം മതി. ഓക്കെ, അപ്പം അടുത്തടുത്തുള്ള 3 ടേംസ് ആയി കഴിഞ്ഞാൽ എ ബി സി, അടുത്തടുത്തുള്ള 3 ടേംസ് ആയി കഴിഞ്ഞാൽ ബി കണ്ടുപിടിക്കാൻ പറ്റും. നടുക്കുള്ള നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. എ പ്ലസ് സി ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചൂടെ? ഉപയോഗിക്കാമോ? ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബി എന്ന് പറയുന്നത് എത്ര കിട്ടും? എ എത്രയാ? 30 പ്ലസ് 60 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 30 പ്ലസ് 60 90 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 45 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ബി, അതായത് നടുക്കുള്ള നമ്പർ 45. ഇതാണ് ആദ്യത്തെ 3 നമ്പറുകൾ. മനസ്സിലായോ? സെന്റർ ടേം ഈ 60 കിട്ടിയത് 300 ഡിവൈഡ് ബൈ 5 മിഡിൽ ടേം, 5 നമ്പറിന്റെ മിഡിൽ ടേം.
ബാക്കി പഴയ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്തപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് 3 മതി. ആ 3 ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മിഡിൽ ടേം ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ ഇവിടുത്തെ 2 ബ്ലാങ്ക് എഴുതുന്നതാണ് നമ്മൾ കോമൺ ഡിഫറൻസ് ചെയ്തത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതും കണ്ടുപിടിക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് ക്ലാസ്സുകളിൽ ചോദിക്കണം. ഓക്കെ, ഈ മെയിൻ ചോദ്യത്തിൻ്റെ 4ാമത്തെ ഡിസ്ക്രിപ്ഷനാണ് ബോർഡിലുള്ളത്. നോക്കിക്കൊള്ളുക. അതുകൂടെ ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ അവസാനിക്കും. ഫസ്റ്റ് ടേം ഈസ് 30. ഫസ്റ്റ് ടേമിൽ മാറ്റമില്ല. സം ഓഫ് ദ ഫസ്റ്റ് 6 ടേം ഈസ് 300. ഫസ്റ്റ് 300 ആണ്. ഫസ്റ്റ് 6 ടേം 6 ടേമിൻ്റെ സം 300 ആണ്. നോക്കിക്കൊള്ളുക ബോർഡിലോട്ട്. നമുക്ക് ഞാൻ 6 ടേംസ് 1 2 3 4 5 6 ശ്രദ്ധിക്കുക. ഞാൻ ഒരു പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഓഡ് നമ്പർ വരുമ്പോഴാണ് എപ്പോഴും നമ്മൾ മിഡിൽ ടേമിൻ്റെ ഇത് മനസ്സിലുണ്ടാവണം. നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ സമ്മും കൂടെ തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ മിഡിൽ ടേം കണ്ടുപിടിക്കുന്ന ആ പ്രോപ്പർട്ടീസ് ചെയ്യുക. ഇനി ഈവൻ നമ്പറാണ്. നേരത്തെ 4 ടേംസിൻ്റെ കാര്യം വന്നില്ലേ? 4 ടേംസിൻ്റെ കാര്യം വരുമ്പോൾ എന്താ ചെയ്തത്? നമ്മൾ ഒന്നാമത്തെയും നാലാമത്തെയും നമ്പറിൻ്റെ സമ്മും രണ്ടാമത്തെയും മൂന്നാമത്തേൻ്റെ സമ്മും വെച്ച് ആ പ്രോപ്പർട്ടി വെച്ചാണ് ചെയ്യുന്നത്. ഈക്വൽ ആണ്. ഇനി 6 നമ്പർ വരുമ്പോഴും ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ശ്രദ്ധിച്ചോളൂ. പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നേരത്തെ 4 നമ്പറിൻ്റെ പോലെ തന്നെ ശ്രദ്ധിച്ചോളേ. 2 4 6 8 10 12 ഇതൊരു ഇതൊരു സീക്വൻസ് അല്ലേ? ഈവൻ നമ്പറിൻ്റെ സീക്വൻസ്, ഇരട്ട സംഖ്യകളുടെ സീക്വൻസാണ്. ഇതിൽ 6 നമ്പർ ഉണ്ട്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഒന്നാമത്തെ നമ്പരും ലാസ്റ്റ് നമ്പരും ആഡ് ചെയ്താണല്ലേ എത്ര കിട്ടുന്നത്? 2 + 12 40 അല്ലേ? രണ്ടാമത്തെ നമ്പരും 5ാമത്തെ നമ്പരും 4 + 10 40 അല്ലേ? ഇനി 3ാമത്തെ നമ്പരും 4ാമത്തെ നമ്പരും. ഓക്കെ, ഇത് 1ാമത്തത്, ഇത് 2ാമത്തെ നമ്പർ, ഇത് 3ാമത്തെ നമ്പർ, ഇത് 4ാമത്തെ നമ്പർ, ഇത് 5, ഇത് 6. അതായത് പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ നോക്കി, 1ാമത്തെ പൊസിഷൻ 6ാമത്തെ പൊസിഷൻ, അതിന്റെ സമ്മ് എത്ര? 7. അതിന്റെ സമ്മും ഇനി ഇവിടെ 2ാമത്തെ പൊസിഷൻ, ഇവിടെ 5ാമത്തെ പൊസിഷൻ, അതും 7 ആണ്. അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒക്കെ എടുത്ത് കൂട്ടുകയല്ല ചെയ്യുന്നത്. ഒരേ പൊസിഷൻസിന്റെ സമ്മ് ഈക്വൽ വരുന്ന ടേംസുകളുടെ സമ്മും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടത്തെയും സമ്മും ഈക്വൽ, 1ഉം 6ഉം ഈക്വൽ, 2ഉം 4ഉം ഈക്വൽ, 3ഉം 4ഉം ഈക്വൽ ആയിരിക്കും. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? അപ്പോഴ് ആ കൺസെപ്റ്റ് മനസ്സിലായാന്തോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഈ 2ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ ആൻസർ 14ആണ്. 4ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ 14ആണ്. 6ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 14. അത് ചുമ്മാ അങ്ങ് എടുത്താൽ പോരാ. അതായത് 1ാമത്തെ പൊസിഷനും 6ാമത്തെ പൊസിഷനും സമ്മ് 7, അതേ 7 തന്നെ വരണം 2ാമത്തെ പൊസിഷൻ. അല്ലാതെ 2ാമത്തതും 8ാമത്തതും കൂടെ ആഡ് ചെയ്താൽ 14 കിട്ടൂല. 2ാമത്തതിൻ്റെ കൂടെ ഏത് തന്നെ ആഡ് ചെയ്യണം? 5ാമത്തതിനെ ആഡ് ചെയ്യണം. കാര്യം 2ന്റെ കൂടെ 5 കൂടുമ്പോഴാണ് ഇവിടുത്തെ 7 കിട്ടുന്നത്. ഓക്കെ, ആ പൊസിഷന്റെ സമ്മും നമ്പർ ഈക്വൽ ആയാൽ, പൊസിഷന്റെ സം എല്ലാം ഈക്വൽ ആയാൽ ഈ ടേംസിന്റെ സമ്മും ഈക്വൽ ആവും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിത് മാറ്റുന്നു. അപ്പോൾ ഇവിടുത്തെ ഇതനുസരിച്ച് അപ്പോൾ നോക്കി, 1ാമത്തെ ഇത്, 2ാമത്തെ ടേം, 3ാമത്തെ ടേം, 4ാമത്തെ ടേം, 5ാമത്തെ ടേം, 6ാമത്തെ ടേം. അപ്പോൾ നോക്കി, ഇവിടെ 1ാമത്തെ ടേം 330 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ എല്ലാം കൂടെ സം, ഈ 6ന്റെയും കൂടെ സം എത്രയാണ്? 300. ഓക്കെ, അപ്പോൾ നമുക്ക് 1ാമത്തതും ഫസ്റ്റും പ്ലസ് ഏതാ 6, ഫസ്റ്റും 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും, സെക്കൻഡും 5ഉം ആഡ് ചെയ്യുന്ന ആൻസറും, 3ഉം 4ഉം ആഡ് ചെയ്യുന്ന ആൻസർ, ഇങ്ങനെ എഴുതിയ സംശയവാദം ഇങ്ങനെ എഴുതിയ കുഴപ്പമില്ലല്ലോ, ആഡ് ചെയ്യുന്ന ആൻസർ ഈക്വൽ ആയിരിക്കും. അത് എത്രയായിരിക്കും? അത് മൊത്തം എത്രയാണ്? 300. അപ്പൊ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 300/3 അല്ലേ? അപ്പൊ എത്ര? 100. അപ്പോൾ ഓരോന്നും 100 വെച്ചായിരിക്കും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓരോ ഗ്രൂപ്പും സമ്മ് കിട്ടുന്നത് 100 വെച്ചായിരിക്കും. സംശയമുണ്ടോ? ഇല്ല. അപ്പോഴേ ഞാൻ നോക്കി, അപ്പൊ 100 വെച്ചാണെങ്കിൽ അപ്പം ഇവിടെ 30 ആയി കഴിഞ്ഞാൽ, അതായത് ഒന്നാമത്തെ നമ്പരും
നാലാമത്തെ ഒന്നാമത്തെ നമ്പരും നാലാമത്തെ നമ്പരും ആറാമത്തെ നമ്പരും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 100 കിട്ടണം. അതിൽ ആറാമത്തെ നമ്പറാണ് നമുക്ക് അറിയാനുള്ളത്. ആറാമത്തെ നമ്പർ അറിഞ്ഞൂടാ, ഇതറിയാം 30 അല്ലേ? 30 + 6 = 100. അപ്പോൾ ആറാമത്തെ നമ്പർ 100 - 30 = 70 എന്ന് കിട്ടും. അപ്പോൾ ഏത് പൊസിഷൻ? ഏതൊരു 70. മനസ്സിലായ? ആറാമത്തെ നമ്പർ 70 ആയിരിക്കും. സംശയമുണ്ടോ? ആറാമത്തെ നമ്പർ എത്രയായിരിക്കും? 70 ആയിരിക്കും. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കി. അങ്ങനെ 70 ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണമെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റൂലേ? എങ്ങനെയാ? ഫസ്റ്റ് ടേം = 30, സിക്സ്ത് ടേം = 70. ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. d = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. രണ്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ d കണ്ടുപിടിക്കുക. ടേം ഡിഫറൻസ് 70 - 30 / 6 - 1. 70 - 30 40 / 6 - 1 5. 40 / 5 ആൻസർ 8. അതായത് കോമൺ ഡിഫറൻസ് 8 എന്ന് കിട്ടും. കോമൺ ഡിഫറൻസ് 8 കണ്ടുപിടിച്ച വഴിയൊക്കെ മനസ്സിലായല്ലോ. കോമൺ ഡിഫറൻസ് അങ്ങനെ 8 കിട്ടിക്കഴിഞ്ഞാൽ എഴുതാലോ ബാക്കി നമ്പർ. 30 + 8 38. 38 + 8 46. ഇതുവരെ മതിയാവും. കാര്യം എന്താ? നമുക്ക് ഫസ്റ്റ് 3 ടേംസ് ശരിയാവും. നമുക്ക് പൂരിപ്പിക്കാം. 46 + 8 എത്രയാ? 46 + 8 54. 54 + 8 62. 62 + 8 70. ഓക്കെ, എല്ലാ നമ്പരും ഫില്ലായി കഴിഞ്ഞു. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ 4, അതായത് ഓഡ് നമ്പർ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഈവൻ നമ്പറാണ് ഓഡ് നമ്പറിന്റെ സെറ്റ് വന്നാൽ എങ്ങനെയാണെന്നും, ഓഡ് നമ്പറിന്റെ സെറ്റ് അല്ല, നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ എങ്ങനെയാണെന്നും നമ്പർ ഓഫ് ടേംസ് ഈവൻ നമ്പർ ആണെങ്കിൽ എങ്ങനെയാണെന്നുമുള്ള ഡിസ്ക്രിപ്ഷനാണ്, അല്ല ആ രീതിയാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പരിചയപ്പെടുന്നത്. എങ്ങനെയാ? ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യും. ഈവൻ നമ്പർ ആണെങ്കിൽ, അതായത് ഒരേ പൊസിഷന്റെ സമ്മ് ഈക്വൽ ആയിട്ട് വരുന്ന ടേംസിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. പൊസിഷന്റെ സമ്മ് ഈക്വൽ ആയിട്ട് വരുന്ന 6 1 7 5 2 7 4 3 7. അപ്പോൾ ഈ സെറ്റിന്റെ എല്ലാ സമ്മും ഈക്വൽ ആയിരിക്കും. ആ കൺസെപ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ചിലപ്പോൾ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അത് തുടർന്ന് വരുന്ന ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കും.